വീഡിയോ സ്ക്രോൾ ചെയ്ത് പോവല്ലേ. ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ട് ആ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലേക്കണൊക്കെ അമർത്തി എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല കേട്ടാ. ഞാൻ എന്തൊക്കെയാ കുടിച്ചതെന്നൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ചേച്ചിയുടെ കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല അടിപൊളി ഇഡലിയും പിന്നെ ചുമന്ന ചട്നി. ഇതിപ്പോൾ ചുമന്നിട്ടല്ലോ, ഓറഞ്ച് കളറിൽ. എന്നാൽ പിന്നെ ഓറഞ്ച് ചട്നി അത് രണ്ടായിരുന്നു കേട്ടാ കഴിക്കാൻ. അങ്ങനെ ആ ചട്നിയും ഇഡലിയും എല്ലാം കൂടി കുഴച്ചൊരു പരിവാക്കി അതിൽ നിന്നൊരു വായെടുത്ത് വായയിലോട്ട് വെച്ചാണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് ഷുഗർ ക്രേവിങ്സ് വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഇതാ എലി കരണ്ട കേക്ക് ഇരിക്കണു. ആ കരണ്ട എലി വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെയാണ്. അങ്ങനെ ആ ബാക്കി കേക്കും കൂടി അകത്താക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെയും ഫ്രിഡ്ജൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഈ ജ്യൂസാണ് കിട്ടിയത്. ഇത് അടിപൊളി ജ്യൂസാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു സാധനം കടിക്കാൻ കിട്ടില്ലേ, അതാ അതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ അതൊക്കെ കുടിച്ച് സിനിമയൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കിനും ചേച്ചി പറഞ്ഞു ഉച്ചയായി, ചോറിനാ സമയമായിരുന്നു. അങ്ങനെ ചോറിനാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ നല്ല ചൂട് ചോറും വറുത്തരച്ച മീൻകറി ഉണ്ടായിരുന്നേട്ടാ. അങ്ങനെ ആവി പറക്കണ ചോറിലേക്ക് കുറേ മീൻചാറും കുറേ മീനിൻ്റെ കഷ്ണമൊക്കെ കൂടി അങ്ങോട്ട് വാരിക്കോരി അങ്ങോട്ട് ഇട്ടിട്ട് ആ മീനൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി ഒതുക്കി വെച്ച് അതിന് കുറച്ച് ചോറ് ഇങ്ങോട്ട് എടുത്ത് കുറേ ചാറൊക്കെ കൂട്ടി നല്ലോണം കൂട്ടി കുഴച്ച് ആ മീനിൻ്റെ കഷ്ണത്തിൽ നിന്ന് ചെറിയൊരു കഷ്ണം അങ്ങോട്ട് പിച്ചെടുത്ത് ആ ചോറിലങ്ങോട്ട് വെച്ച് ആ ചോറും മീനും ചാറും എല്ലാം കൂടി കുഴച്ചൊരു ഉരുളയാക്കിയത് വായിലേക്ക് വെക്കുമ്പോണ്ടല്ലോ, സ്വർഗം മാമാ, സ്വർഗം. അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ വയറും നിറഞ്ഞു, എൻ്റെ മനസ്സും നിറഞ്ഞു കേട്ടാ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരാളൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് ആർക്കും കൊടുക്കാണ്ട് നട്ട്സ് ഇരുന്ന് കഴിക്കണം. അമ്പടിക്ക് എനിക്ക് കുറച്ച് തന്നേന്ന് പറഞ്ഞിട്ട് അതിന് ഞാനും കുറച്ച് കഴിച്ചു കേട്ടാ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കാറിലിരുന്ന് ബോറടിച്ചപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ക്രൊസോണ്ടോ ലോഫോ അങ്ങനെയൊക്കെ പറയാം, ആ ഒരു സംഭവം കഴിച്ചേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയില്ല, ബിസി ആയിപ്പോയി. അങ്ങനെ നമ്മൾ നേരെ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മന്തിമ റെസ്റ്റോറൻറ്റിൽ പോയി. ആദ്യം കുറേ സൂപ്പും കുറേ പച്ചിലൊക്കെ വന്നു. എനിക്കിഷ്ടമില്ലാത്ത കാരണം തിരിഞ്ഞു പോലും നോക്കിയില്ല. നമ്മുടെ മെയിൻ ഈ മന്തിയാണല്ലോ. 2 ടൈപ്പ് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരെണ്ണം പേര് എന്നോട് ചോദിക്കേണ്ട, എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഈ മന്തിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ഫേസിൽ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ മന്തിക്ക് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഈ വീഡിയോ കാണുമ്പോൾ വരെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ, അത്ര ടേസ്റ്റ് ആയിരുന്നു ആ മന്തിക്ക്. എന്താ പറയുന്നത്, ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു മന്തി എന്നൊക്കെ പറയില്ലേ, അതാണ് ഇത്. നല്ല കളറും ആ റൈസൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ മയണൈസ് ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, മയണൈസ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയൊരു മന്തിയായിരുന്നു അത്. അങ്ങനെ അതൊക്കെ കഴിച്ച് സംതൃപ്തിയായി വീട്ടിലോട്ട് പോയി.